പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി മുൻ പെരിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ. തനിക്കെതിരെയുണ്ടായ നടപടി പാർട്ടിക്കുള്ളിലുണ്ടായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കെ.പി.സി.സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, ഉദുമ മണ്ഡലം UDF ചെയർമാൻ രാജൻ പെരിയ ഉൾപ്പെടെയുള്ള നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെന്ന് പ്രമോദ് പെരിയ വ്യക്തമാക്കി. അതിഥികൾ മറ്റ് വെൽക്കം ചെയ്തു. ഫോട്ടോ സെഷൻ ഇറങ്ങുമ്പോഴാണ് ഞാൻ എൻ്റെ കാറ് വാർത്തയിൽ അങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പോയി ക്ഷയിക്കാൻ കൊടുത്ത് കുട്ടികൾ കാശ് കഴിച്ച് വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പുള്ളി നിലവിൽ ഉത്തമ നിയോജക മണ്ഡലം UDFിൻ്റെ ചെയർമാൻ. സാരംഗ് വിവരങ്ങളുമായി. സാരംഗ്, എനിക്കെതിരെ മാത്രം നടപടിയെടുത്തു എന്നാണ് ഇപ്പോൾ ഈ പ്രമോദ് പെരിയ പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഒരാൾക്കെതിരെ മാത്രം നടപടി എടുത്തിട്ടുണ്ടാവുക? എനിക്കെതിരെ മാത്രം ഒരു നടപടിയെടുത്തു, എന്നെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ഒരു വിവാഹ ചടങ്ങിനെ മാറ്റിയെടുത്തു എന്നൊരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ പ്രമോദ് പെരിയ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ മാത്രമല്ല, കോൺഗ്രസിന്റെ ജില്ലയിലെയും സംസ്ഥാന തലത്തിലെയും സമ്മന്നതരായ നേതാക്കൾ പോലും ഇത്തരത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ UDFിന്റെ ഉദുമ മണ്ഡലം ചെയർമാനായ രാജൻ പെരിയയുടെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം നടന്നത്. ഈ വിവാഹ ചടങ്ങിന്റെ ആങ്കറിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ തന്നെ വഹിച്ചിരുന്നത് KPCC സെക്രട്ടറിയായ ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള നേതാക്കളായിരുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ പ്രമോദ് പെരിയ പങ്കുവെക്കുന്നുണ്ട്, മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. എന്തായാലും എനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഏറെ കാലങ്ങളായി എന്റെ രക്തത്തിനായുള്ള മുറവിളി ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ താൻ ഒന്നും ചെയ്യാതെ കേവലം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു കൈകൊടുത്ത് ഭക്ഷണം കഴിച്ച് മടങ്ങിയ ചടങ്ങിന്റെ ചിത്രങ്ങൾ പോലും ഇത്തരത്തിൽ തനിക്കെതിരെയുള്ള വ്യക്തിഹത്യയുടെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് വാട്സപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെ പുറത്തുവിട്ടത് എന്നാണ് ഇപ്പോൾ പ്രമോദ് പെരിയ പറയുന്നത്. ഇത്തരത്തിൽ ഒരു അച്ഛന്റെ ഒരു പശ്ചാത്തലം നോക്കി മാത്രമല്ല, ഈ പറയുന്ന ഈ കല്യാണത്തിലെ വരനായ ആനന്ദകൃഷ്ണൻ പെരിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന തരത്തിൽ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലെ ഒരു ഡോക്ടർ തന്റെ വിവാഹ ചടങ്ങിലേക്ക് വിളിച്ചതിന്റെ ഭാഗമായിട്ട് ആ ഒരു വ്യക്തിബന്ധം കൊണ്ട് മാത്രമാണ് താൻ ആ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തത് എന്നാണ് ഇപ്പോൾ പ്രമോദ് പെരിയ വ്യക്തമാക്കുന്നത്. അഭിലാഷ്. ശരി സാരംഗ്, കാസർഗോഡ് നിന്നാണ് സാരംഗ് വിവരങ്ങൾ നൽകിയത്.